എല്ലാവർക്കും നമസ്കാരം. അമ്മ വീണ്ടും വന്നു കേട്ടോ. ഇന്ന് നമ്മുടെ പിറന്നാളാണ്. അപ്പോൾ അതിൻ്റെ ഒരു ചെറിയ കാര്യങ്ങളൊക്കെ, കുറച്ച് കറികളൊക്കെ വെച്ച് ചോറുണ്ട്. അതൊക്കെ നമുക്ക് നല്ല ഇഷ്ടമുള്ള കാര്യമല്ലേ. അപ്പോൾ അതന്നെ ആദ്യം തന്നെ അമ്പലത്തിലേക്ക് പോവാണ്. അമ്പലത്തിലേക്ക് പോയി അത് കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് തുടങ്ങാം. ഹാപ്പി ബർത്ത്ഡേ. പോവാണ്. ആ, അപ്പുറത്തെ വീട്ടിലത്തെ ശാന്തേച്ചിയുടെയും പിറന്നാളെന്ന് തന്നെയാണ് കേട്ടോ. ഞാൻ കഴിഞ്ഞൊരു വീഡിയോയിൽ, ആദ്യത്തെ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ. അപ്പം അങ്ങനെ അമ്പലത്തിലേക്ക് വന്നു. ശിവക്ഷേത്രത്തിലേക്കാണ് കേട്ടോ വന്നിരിക്കുന്നത് നമ്മുടെ ഇവിടുത്തെ. ഞാൻ ആദ്യം പഴയ ഒരു വ്ളോഗുകളിലൊക്കെ കാണിച്ചു തന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ തൊഴുതിട്ട് വന്നു. ഇങ്ങോട്ടൊന്നും കൊണ്ടുപോകണില്ല ക്യാമറ. അപ്പോൾ ബാഗ് കൂടെ വയ്ക്കാം. അപ്പോഴേ കടയിലെത്തി. ചോറൊക്കെ ഞാൻ തിളപ്പിച്ച് റൈസിൽ വെച്ചു. പിന്നെ ഓടി വന്ന വശം നമുക്ക് അടുപ്പിൻ്റെ കടയ്ക്കാണ് വന്ന വശം ഞാൻ ചെയ്യാം. പിന്നെ ബാക്കി കുറേ കഴിഞ്ഞിട്ടൊക്കെ ചെയ്യുള്ളൂ. അരി ഇട്ടിട്ട് തിളയ്ക്കണവരെയൊക്കെ. പിന്നെ അത് കുറേ നേരമൊക്കെ ഉണ്ട്. സാധാരണ ദിവസങ്ങളിൽ അത് വേവണ വരെയൊക്കെ വേവണേൻ്റെ ഇതൊരു 15 മിനിറ്റ് അരമണിക്കൂർ മുന്നേക്കെ വരുള്ളൂ അടുപ്പിൻ്റെ അടുത്തിരിക്കുന്നത്. അപ്പോൾ കറി വയ്ക്കാൻ എനിക്ക് അത്ര സമയം മതി. ഒരു അച്ചാറും ഒരു ഉപ്പേരി ഉണ്ടാക്കാം, അത്ര സമയം എനിക്ക് വേണ്ടു. അപ്പോൾ ഞാനിപ്പോൾ അതിന് കഞ്ഞി വേവാൻ ചിലപ്പോൾ സമയം വൈകണ ദിവസങ്ങളിൽ നമ്മൾ ഇന്ന് ഉപ്പുമാവാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അത് ഉണ്ടാക്കി കൊടുക്കാം. ഒരുമിച്ച് ഇട്ടിട്ട് ഞാൻ ബീൻസ്, വേപ്പിൻ്റെ ഇല, അണ്ടിപ്പരിപ്പ്, ഇഞ്ചി, പച്ചമുളക് ഒക്കെ ഇട്ട് ഞാൻ മൂപ്പിച്ചെടുക്കും. നമുക്കിവിടെ ഓരോന്നോരോന്നോരോന്ന് അങ്ങനെ മറ്റേത് മറിച്ചത് മാറ്റി ഇടാനൊന്നും സമയമില്ല നമുക്ക്. അതാ കുറച്ച് നെയ്യ് ഒഴിച്ച് കൊടുക്കാം. നമുക്ക് ഞാനേ മൈക്ക് വെച്ചിട്ടില്ല. മൈക്ക് വെച്ചിട്ട് അല്ലെങ്കിൽ ഇവിടെ ഭയങ്കര ഡിസ്റ്റർബൻസാണ്. കുറച്ച് നെയ്യ് അങ്ങോട്ട് ഇട്ട് കൊടുക്കാം നമുക്ക്. ഞാൻ അപ്പുറത്തെ അടുപ്പത്ത് വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. അതെ, ഇതൊരു 5 മിനിറ്റ് ഒന്ന് ഇങ്ങനെ മൂടി വെക്കാം. എന്നിട്ടൊരു ചെറിയ തീയിലിട്ട് കൊടുക്കാം നമുക്ക്. അപ്പോഴാ പച്ചക്കറി ഒന്ന് വെന്ത് വരുള്ളൂ. അപ്പോഴേ ഇന്നലെ ഞാൻ പയറ് വെള്ളത്തിലിട്ട് പോയിണ്ടായി. നമ്മൾ തന്നെ ഇവിടെ ഉണ്ടാക്കിയെടുക്കുന്ന പയറില്ലേ, ചുവന്ന പയറ്, അത് കണ്ട വെള്ളത്തിലിട്ടത് പോയപ്പോ അതെ ഇങ്ങനെയായി കിട്ടി നമുക്ക്. നല്ല ഉണങ്ങിയാണ് ഇരിക്കുക. അതേ അപ്പൊ അതേ കുതിർന്ന് വന്നപ്പോൾ ഇങ്ങനെയായി കണ്ട. അപ്പം അതിൽ നമുക്ക് 2 കായ ഇട്ടിട്ട് അങ്ങോട്ട് ഉപ്പേരി വെച്ചെടുക്കാം. കായ അല്ലെങ്കിൽ മത്തങ്ങ, ചേന എന്തെങ്കിലും ഇട്ട് ഇത്തിരി എലിശ്ശേരി പോലെ ആയാലും നല്ല ഇഷ്ടം. അവിടെ അങ്ങനെയാക്കി എടുക്കാം. എലിശ്ശേരി പോലെ ആക്കി എടുക്കാം. ഇത്തിരി തേങ്ങ അരച്ച് കടുക് വറുത്തിട്ടേ. കുക്കറിലിട്ട് ഒരു അടി അടിച്ചു കഴിഞ്ഞാലേ നല്ലൊരു മയം കിട്ടും. മുഴുവൻ എങ്ങനെ വാടി വരുന്ന പയർ ഞാൻ ആക്കിയെടുക്കണത് അങ്ങനെ ഉണക്കി. ഞാൻ വേനൽക്കാലത്ത് അങ്ങനെ പറ്റൂ കേട്ടോ. വർഷക്കാലത്ത് പറ്റില്ല. വർഷക്കാലത്ത് നമുക്കത് വേസ്റ്റാണ് നമ്മുടെ. ഇതിവിടെ എൻ്റെ കുട്ടികൾക്ക് നല്ല ഇഷ്ടമാണ്. എല്ലാവർക്കും നല്ല ഇഷ്ടമാണ് അത്. ഉപ്പ് കുറച്ച് നമ്മൾ ഇട്ടപ്പോൾ തന്നെ ഇട്ട് കൊടുക്കാം കേട്ടോ. കുറച്ച്
കാരണം എന്താണെന്ന് വെച്ചാൽ എന്നാലും അതിലേക്ക് നന്നായി പിടിച്ചു വരുള്ളൂ. മഞ്ഞപ്പൊടി വേണമെങ്കിൽ ലേശം ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഒരു നല്ല മഞ്ഞ കളറിലിരിക്കും ഉപ്പുമാവ്. അപ്പോൾ ഇതിലേക്ക് നമുക്കിനി ഒരുവിധമായില്ലേ, അപ്പോൾ ഇതിലേക്ക് നമുക്ക് നമ്മുടെ റവ ഇട്ട് കൊടുക്കാം. വറുത്ത റവയാണെന്നാണ് ഇതിൽ എഴുതി വെക്കുന്നത്. പക്ഷേ എന്നാലും നമുക്കൊന്നും കൂടെ ഒന്ന് ആ നെയ്യിൽ കിടന്നൊന്ന് വറുത്ത് വരട്ടെ. രണ്ട് കമ്പനിയിലെ റവയാണ് കേട്ടോ, ഒരു കമ്പനിയിലെ എല്ലാം എടുത്ത് നോക്കുന്നത് ഞാൻ. അപ്പോൾ ആരൊക്കെ എത്ര കഴിക്കും എന്നുള്ളതൊന്നും പറയാൻ പറ്റില്ല. ചിലവരൊന്നും ഉപ്പുമാവ് കഴിക്കില്ല, ചിലവർ കഴിക്കും ചെയ്യും. ഇവിടുത്തെ കാര്യം അങ്ങനെയാ. അപ്പം അത് കാരണം ഞാൻ അത് കണ്ടറിഞ്ഞിട്ട് അധികം വെക്കും. പിന്നെ വേസ്റ്റ് ചെയ്യുമ്പോൾ നല്ല ചീറ്റിങ് വെക്കൂട്ടോ അവർക്ക്. എൻ്റെ ഇത് വേസ്റ്റ് ചെയ്യാന്ന് പറഞ്ഞത് എനിക്ക് ഇത്തിരി ഇഷ്ടക്കുറവാ. ഇപ്പം തന്നെ ചോറ് വേസ്റ്റായിട്ട് ഞാൻ ചീത്ത പറഞ്ഞോളൂ. നല്ല ജയയുടെ അരിയാണ് നമ്മൾ വെക്കേ. അപ്പോൾ നമ്മളത് വേസ്റ്റ് ചെയ്യുമ്പോൾ എനിക്ക് വിഷമമാണ്. എൻ്റെ വിഷമമായിരിക്കാം ചിലപ്പോൾ. അവർക്ക് മറ്റുള്ളവർക്ക് അതൊരു കനയായിട്ട് തോന്നുന്നുണ്ടാവില്ല. എനിക്കത് ഇങ്ങനെ കളയുമ്പോൾ ഭയങ്കര വിഷമമാണ്. അപ്പം ഞാൻ എന്താടാ കഴിക്കാൻ ഞാനൊക്കെ ചോദിക്കും. നന്നായി ഒരു 5 മിനിറ്റ് അല്ലെങ്കിൽ ഒരു 6 മിനിറ്റ് ഒക്കെ ഇങ്ങനെ ഇളക്കിയാലും കുഴപ്പമില്ല കേട്ടോ. നല്ല ടേസ്റ്റിൽ വരും അത്. പിന്നെ നമുക്ക് ഈ സമയത്ത് തന്നെ ഇത്തിരി ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. റവയ്ക്ക് ആവശ്യമായി ഉപ്പ് വേണ്ട. ആദ്യം നമ്മൾ കുറച്ചല്ലേ ചേർത്തത്, അപ്പോൾ നമുക്ക് കുറച്ചും കൂടെ ഉപ്പിട്ട് കൊടുക്കാം. മതി, കുറച്ച് കുറഞ്ഞാലും കുഴപ്പമില്ല, അധികം ആവണ്ട. അപ്പോൾ ഒരുവിധമായി വന്നിട്ടുണ്ടേ. അപ്പോൾ നമുക്ക് നമ്മുടെ ചൂടുള്ള വെള്ളം ഇരിക്കാണ്ട് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മുടെ ഉപ്പുമാവ് അങ്ങനെ റെഡി. അപ്പം ഇനി കുട്ടികൾ കഴിച്ചോട്ടെ. അപ്പോൾ ഇനി നമുക്ക് പയറുതേ കണ്ട കഴുകിയെടുത്ത് കൊടുത്തിട്ടുണ്ട്. അതൊരു 2 വിസിൽ വരട്ടെ. അതിന് ശേഷം നമുക്ക് അതിലിടാം കായ അല്ലെങ്കിൽ ചേന എന്തിട്ടാന്നൊക്കെ വിചാരിച്ച. അപ്പോൾ ഇതേ മോൻ വന്നിട്ടുണ്ട് കേട്ടാ. എന്നിട്ട് മോൻ ശ്രീകുട്ടന് ഞണ്ട് ഫ്രൈ കുറേ നാളായി വേണമെന്ന് പറയും. അപ്പോൾ അവിടെ വെച്ചു എന്ന്. അപ്പോൾ അഗത്യതി എന്ന് പറയണേ. ആ അതന്നെ ചോപ്പാ കണ്ട, അതിൻ്റെ ഇത് ചോപ്പായിട്ടിരിക്കണ കണ്ട. അത് മോള് മേടിച്ചു കൊടുന്നതാ. അതാ എന്ത് അത് വേണ്ട, നമുക്ക് ആവശ്യം. ആർക്ക് ഇഷ്ടായില്ല അല്ലേ? അത് ഇഷ്ടായിക്കോളും. കഴിക്കുമ്പോൾ കണ്ണിന് നല്ലതാ. പൊക്കോ. അപ്പം മോൻ വന്നിട്ട് പോയി. മോന് അകത്തി ചീരേരെ എല്ലാം ഇഷ്ടമില്ലായിരുന്നു. അത് കാരണം മേടിച്ചില്ല അതാള്. അതൊക്കെ അങ്ങോട്ട് ഇഷ്ടപ്പെടില്ല എല്ലാവരും. അപ്പോൾ വയറിനധികം വെള്ളം ആവശ്യം ഉണ്ടായില്ല. നമ്മൾ വെള്ളത്തിലിട്ട കാരണേ ഒട്ടും വെള്ളം അത് എടുത്തില്ല. പക്ഷെ നമുക്ക് എലിശ്ശേരി ആയ കാരണം പിന്നെ കുഴപ്പമില്ല. ഇതല്ലെങ്കിൽ ഉണങ്ങിയിരിക്കുകയാണെങ്കിലേ ഒരുപാട് വെള്ളം കുടിക്കും. അയ്യോ അടിയെ പിടിക്കും ചിലപ്പോൾ. അത് കാരണം ഞാൻ ആ ഒരു ഓർമ്മയില്ലാണ്ടാണ് ഒഴിച്ചത്. അപ്പോൾ നമ്മൾ അതിലേക്ക് ആവശ്യമായ ചേന ഞാൻ കുറച്ചാട്ടാ അരിഞ്ഞുള്ളൂ, കൈച്ചൊറിയേ. അപ്പം ഞാൻ കുറച്ച് ചേനയും പിന്നെ കുറച്ച് ബാക്കി കായും. ഇവിടെ കറികളൊക്കെ നിങ്ങൾക്കറിയാലോ കുറച്ചധികം വയ്ക്കുന്നു. അപ്പം ഇനി അതിൽ വെള്ളം ഒഴിക്കേണ്ട കാര്യമില്ല കേട്ടോ. അല്ലെങ്കിൽ നമ്മൾ പയർ വെന്തിട്ട് ഉണ്ടായില്ല വെച്ചാൽ പിന്നെ വെള്ളം ഒഴിക്കേണ്ടി വന്നേനെ. ഇതിപ്പോൾ വെള്ളം വേണ്ടതുള്ള കാരണം നമുക്ക് കുഴപ്പമില്ല, വെള്ളം മതി. ഞാൻ കുറേ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അങ്ങനത്തെ പയറൊക്കെ.
നിറഞ്ഞു. ഒന്ന് ആവി കയറുമ്പോഴേ അങ്ങോട്ട് താന്നു പോവും. ആംബുലൻസിൻ്റെ സൗണ്ടാട്ടാ കേൾക്കണ്. കേൾക്കുമ്പോൾ ഉള്ളിൽ നിന്ന് ഒരു കിളി പോവും. നമുക്ക് റോഡാണല്ലോ തൊട്ട്, അപ്പോൾ അതൊക്കെ കേൾക്കും ഇടയ്ക്കിടയ്ക്ക്. കുറച്ച് മുളകും പൊടിയും പിന്നെ ബാക്കി നമ്മൾ പച്ചമുളക് തന്നെ, കുറച്ച് മഞ്ഞൾപ്പൊടി, ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസൊക്കെ നമുക്ക് ഉള്ളി ജീരകമൊക്കെ നമുക്ക് നമ്മുടെ തേങ്ങയെ കൂടെ കൂട്ടി അരയ്ക്കാം. ഇത് വേപ്പിൻ്റെ ഇലയും പച്ചമുളക് കേട്ടോ കുറച്ച്. അപ്പം അതൊന്ന് ഉപ്പ് വേണം, ഉപ്പ് ഉപ്പിട്ടു. ഒന്ന് വിസിലടിപ്പിക്കാം. അപ്പോഴേ അയ്യോ ഉള്ളിയും കൂടി എടുക്കട്ടെ. അപ്പോഴേ ദേ നാളികേരം ഒരെണ്ണം കൂടി മറന്നു, ജീരകം വേണം. നാളികേരം, ജീരകം, ചുവന്നുള്ളി, വേപ്പിൻ്റെ ഇല, വെളുത്തുള്ളി. ഇതാണ് നമ്മൾ എലിശ്ശേരിയിലേക്ക് ഇറക്കുന്നത് കേട്ടോ. എല്ലാവരും അങ്ങനെ തന്നെയാവും അല്ലേ? വെളുത്തുള്ളി ഇറക്കാത്തവരുണ്ടാവില്ല ചിലപ്പോൾ. അപ്പോൾ നമ്മുടെ കായ, ചേന ഒക്കെ വെന്ത് വന്നു കേട്ടോ. പയറിലൊഴിച്ച വെള്ളം അങ്ങനെ തന്നെ ഉണ്ട് കേട്ടോ അതിൽ. നമുക്ക് പിന്നെ ഇത്തിരി ചാറൊക്കെ ആവശ്യമുള്ള കാരണം വലിയ കുഴപ്പമില്ല. അല്ലെങ്കിൽ വെള്ളം അധികമാണ്. അപ്പം അരവ് നമുക്ക് ഇതിൽ ചേർത്ത് കൊടുത്താലോ? അരവേ മിക്സിയിൽ ഇട്ട വശം അങ്ങോട്ട് അരഞ്ഞു അങ്ങോട്ട് നന്നായിട്ട്. കത്തിക്കാം നമുക്ക് തീ. ഇനി ഇതിൽ വെള്ളം ചേർക്കണ്ട, അതുകൊണ്ട് വടിച്ചൊഴിക്കണുള്ളൂ ഞാൻ. കാരണം എന്താ വെച്ചാൽ വെള്ളം ഉണ്ടല്ലോ. നന്നായി അങ്ങോട്ട് തിളപ്പിച്ചെടുക്കാം. എന്നിട്ട് കാച്ചി കഴിഞ്ഞ പണി കഴിഞ്ഞു. ഇനിയൊരു സാമ്പാറും ഒരു ഇഞ്ചമ്പുളിയും കൂടി വെക്കണുള്ളൂ. ഒരു സ്ഥലം വരെ പോവാണ്ട് പറ്റിയേ പോണേ. അല്ല പായസം വെക്കണ്ടേ, അപ്പം എന്നെ സമയമാവും. അപ്പം ഏത് പരുവത്തിലായി നമ്മുടെ. അപ്പോൾ പോരാത്ത സാധനങ്ങളൊക്കെ നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം. ഇങ്ങനെയൊന്ന് നോക്കിയതിന് ശേഷം ഉപ്പൊക്കെ പാകത്തിനായിട്ടുണ്ട്. അതൊക്കെ നമ്മൾ നമ്മുടെ ഇഷ്ടത്തിന് അങ്ങോട്ട് ചേർക്കുക. നമ്മുടെ ഓരോരുത്തരുടെ ഭാഗം ഉണ്ടാവുമല്ലോ. അപ്പോൾ ഇത് എലിശ്ശേരി ഇങ്ങനെ ഇത് വേണ്ട, നല്ല വെള്ളപ്പയറായ കാരണമായിട്ട് അങ്ങനെ ഇരിക്കല്. അപ്പം അതൊന്ന് കാച്ചിയെടുക്കാം. അപ്പം കടുകും മുളകൊക്കെ ഇട്ടിട്ട് നമുക്കതിനൊന്ന് താളിച്ചെടുക്കാം. കുറച്ച് കഴിയുമ്പോഴേക്കിതേ നല്ല കട്ടയായിട്ട് വരും കേട്ടോ. കട്ടയായില്ലെങ്കിലും നമുക്ക് കുഴപ്പമുള്ള കാര്യമല്ല. അപ്പം അങ്ങനെ ഒരു കൂട്ടാൻ്റെ പണി കഴിഞ്ഞില്ലേ. അപ്പോഴേ ഇനി അടുത്തത് നമുക്ക് കുറച്ച് ഇഞ്ചിയമ്പുളി അങ്ങോട്ട് വെച്ചാലോ. എന്നച്ചാറാ. അപ്പം ഞാൻ ഇഞ്ചിയമ്പുളി കേട്ടോ വയ്ക്കുന്നത്. പുളിഞ്ചി, ഇഞ്ചിപ്പുളി, പിന്നെന്തിട്ടാ പുളിങ്കറി എന്നൊക്കെ. അല്ല പുളിങ്കറി എന്ന് പറയില്ല, അങ്ങനെ പറയില്ല. അങ്ങനെ 2 പേരാട്ടാ ഇവിടെ പറയുന്നത് ഞാൻ കേട്ടിട്ടുള്ളൂ. അപ്പം അതിലേക്ക് നമുക്ക് പെട്ടെന്നാണ് ഇട്ട തയ്യാറാക്കി എടുക്കണേ. കടുകിട്ടു, അയ്യോ മുളകിട്ടു, തീ കുറച്ചു. പിന്നെ കുറച്ച് നാളികേരം, നല്ല കൊപ്ര പോലത്തെ നാളികേരം വേഗം മൂക്കൂട്ടാ, അത് കുറച്ചിട്ടു. ഇഞ്ചിട്ടു, വേപ്പലിട്ടു, നല്ല നാടൻ മുളകിട്ടു.
അപ്പോൾ അതൊക്കെ അങ്ങനെ ഇത്തിരി മുരിഞ്ഞ് വരുമ്പോൾ നമുക്ക് 2 മണി ഉലുവിട്ട് കൊടുക്കാം. ഉലുവ പൊടിയാണ് നല്ലത്. അപ്പം ഇവിടെ പൊടി ഇത്തിരി കുറവാണ്. അപ്പോൾ നിങ്ങൾക്കറിയാമല്ലോ, ഞാൻ എല്ലാം അങ്ങനത്തെയൊക്കെ വെച്ച് അഡ്ജസ്റ്റ്മെൻ്റാണ് നമ്മുടെ പ്രധാന വിഷയം. അപ്പോൾ കുറച്ച് കായപ്പൊടി അതിലേക്ക് ഇട്ട് കൊടുക്കുക. പൊടികളുണ്ടായ പിന്നെ സുഖം കേട്ടോ. പിന്നെ അതിലേക്ക് കുറച്ച് മല്ലിപ്പൊടി, കുറച്ച് കാശ്മീരിയും, കുറച്ച് മുളക് പൊടിയും, കുറച്ച് മഞ്ഞൾപ്പൊടി അങ്ങോട്ട് ഇട്ട് കൊടുക്കുക. പച്ചമുളക് എൻ്റെ കണക്കും പ്രകാരം ഇത്തിരി കുറവാണ്. അപ്പം അതൊക്കെ അങ്ങോട്ട് മൂത്ത് വന്നു. തീയൊന്നും ഇങ്ങോട്ട് കൂട്ടി വയ്ക്കാം. അപ്പോൾ നമ്മുടെ പുളി എല്ലാം ഞാൻ ആക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ചേർത്ത് കഴിയുമ്പോൾ നമ്മുടെ വെല്ലല്ലേ അതങ്ങോട്ട് ഇട്ട് കൊടുക്കുക. അത് കിടന്ന് തിളച്ച് പൊടിച്ചിട്ടാലും കുഴപ്പമില്ല കേട്ടോ. അത് പക്ഷേ ഇത് എന്തായാലും വറ്റി വരുമ്പോഴേക്കും വെല്ലം എന്തായാലും അലിയും. പിന്നെ നമ്മുടെ ഉപ്പിത്തിരി നല്ല പാകത്തിന് അങ്ങോട്ട് ഇട്ട് കൊടുക്കുക. ഇനി വേണമെങ്കിൽ കഴിഞ്ഞിട്ട് നമുക്ക് നോക്കിയിട്ടിടാം. അപ്പോൾ ഇത് അവിടെ നിന്ന് കുറുകി വരുമ്പോഴേക്കും നമ്മുടെ സാമ്പാറിൻ്റെ പണി കഷ്ണം നുറുക്കലൊക്കെ ചെയ്യട്ടെ കേട്ടോ ഞാൻ. അപ്പം ഇവിടെ ഇഞ്ചിപ്പുളി റെഡി. ഇഞ്ചിപ്പുളി എന്നാ പറയാ, പുളിയിഞ്ചി എന്നാ പറയാ ചേച്ചിയെ? എന്നാ പുളിയിഞ്ചി. ചേച്ചി പറഞ്ഞു പുളിയിഞ്ചി എന്ന് പറയുന്നു. കട്ടേ മതി. ഇനി ഇരുന്നൊന്ന് കട്ടേ പോയി എന്താ. അപ്പോൾ ഉടനടി നമുക്ക് നമ്മുടെ കുക്കറിൽ നമ്മൾ പരിപ്പ് ഉണ്ട് വേവിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് കയറ്റി വെച്ചിട്ടുണ്ട്. അപ്പോഴേക്കും കഷ്ണം നുറുക്കിയിട്ട് വരട്ടെ കേട്ടോ. അപ്പോൾ നമ്മുടെ പരിപ്പ് വെന്ത് വന്നു കേട്ടോ. ഇന്ന് നാളികേരം അരയ്ക്കാത്ത സാമ്പാറാട്ടോ. എന്താന്നാ, നാളികേരം അരയ്ക്കാനായിട്ട് എനിക്ക് സമയം കുറവാണ്. അപ്പോൾ ഞാൻ കുറച്ച് കഷ്ണങ്ങളും എടുത്തിട്ടുള്ളൂ. വേറെ കറികളൊക്കെ ഉണ്ടല്ലോ, അപ്പോൾ അതുകൊണ്ടൊക്കെ അവർ അഡ്ജസ്റ്റ് ചെയ്യുന്നു. അപ്പോൾ മുരിങ്ങക്കായ, മത്തങ്ങ, ഒരു കായ, അത് മാത്രമേ ഞാൻ എടുത്തിട്ടുള്ളൂ. അതിലേക്ക് പിന്നെ ഉപ്പിട്ട് കൊടുക്കാം. സാമ്പാർ പൊടി, മുളക് പൊടി, പച്ചമുളക് 2 ഞാൻ ആ പച്ചക്കറിയിൽ കൂടിയിട്ടുണ്ട് കേട്ടോ. കായം, മഞ്ഞൾ, ഇതൊക്കെ ഇട്ടിട്ട് ഞാൻ അങ്ങനത്തെ വയ്ക്കാറില്ല അധികം സാമ്പാറിൽ. ഞാൻ എപ്പോഴും അരച്ച് വെക്കുന്ന ആളാണ്. ഇതൊന്നും അങ്ങോട്ട് വേകുമ്പോഴേ തക്കാളി വെണ്ടക്കായിട്ട് പുളി പിഴിഞ്ഞ് വെച്ച് കടുക് വറുക്കുക, അറിയുന്നുള്ളൂ. സാമ്പാർ ഇങ്ങനെ വെക്കുകയാണെങ്കിൽ എളുപ്പമാണ്. പക്ഷെ ഇതെനിക്ക് അങ്ങോട്ട് ബോധിക്കില്ല. ഒരു വിസിൽ അങ്ങോട്ട് പിടിപ്പിക്കാം നമുക്ക്. അപ്പോൾ നമ്മുടെ അവിടെ കറണ്ട് പോയിട്ടാ, വെളിച്ചക്കുറവുണ്ട്. അതേ പായസത്തിൻ്റെ മറ്റേ ശർക്കര അവിടെ കിടന്ന് തിളയ്ക്കുന്നുണ്ട്. അപ്പോൾ സാമ്പാർ നമ്മുടെ സാമ്പാർ ഇങ്ങനെയായി വന്നിട്ടുണ്ട്. ഇനി അതിലിത്തിരി ഇഞ്ചമ്പുളിയിലേക്ക് പിഴിഞ്ഞ് വെച്ച പുളിയുണ്ട്. അത് കറണ്ട് വന്നു. കറണ്ട് വരുമ്പോൾ ഒരു സന്തോഷമാണ്. അപ്പോൾ ഇനിയിലേക്ക് വെണ്ടക്കായും തക്കാളി ഞാൻ വറുത്തൊക്കെ ചേർക്കാറുണ്ട് കേട്ടോ. ഇപ്രാവശ്യം ഞാൻ പറഞ്ഞില്ലേ ഇത്തിരി തിരക്കില്ലാന്ന്. അപ്പോൾ അത് കാരണം അങ്ങനെയൊന്നും ചേർത്തില്ല. അപ്പോൾ അതിൻ്റെ കൂടെ നമുക്ക് ഇത്തിരി പുളി ഒഴിച്ച് കൊടുക്കാം. ഇഞ്ചി പുളിയിൽ വെച്ചാൽ ബാക്കി പുളിയാണത്. ഇനി 2 തള തിളയ്ക്കുമ്പോഴേ ഒന്ന് വറുത്തിട്ടാൽ നമ്മുടെ സാമ്പാറിൻ്റെ പണി കഴിഞ്ഞു. പുളിയൊക്കെ ഉണ്ട്, ഉപ്പാണ് കുറവ്.
ഉപ്പ് കുറച്ചിട്ട് കൊടുക്കാം. ഒരു മല്ലിയില ഇട്ട് വറുത്തിട്ട കട്ടി കീഞ്ഞിട്ടാ. സാമ്പാർ പൊടി ഇത്തിരി അധികമായിട്ടുണ്ടേ, അല്ലെങ്കിൽ സാമ്പാർ പൊടി ഒന്നും അത്ര ഇടില്ല, ഞാൻ ലേശമായിട്ടുള്ളൂ. ഞാൻ ഇതിപ്പോൾ 2 സാമ്പാർ വയ്ക്കാനുള്ള പൊടി ഞാൻ ഒരെണ്ണത്തിലേക്ക് ഇട്ടിട്ടുണ്ട്. അപ്പോൾ നമുക്കേ നെയ്യ് കുറച്ച് ഈ കുക്കറിലേക്ക് അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാം. കഴുകി വാല വെച്ചതാണിത്. ഞാൻ സൂചി ഗോതമ്പ് നുറുക്കില്ലേ, പായസത്തിൻ്റെ നുറുക്ക് ഗോതമ്പ്, അത് എനിക്ക് ഇട്ട് കൊടുക്കാം. ഇതൊക്കെ ഞാൻ കുറേ വട്ടം കാണിച്ചിട്ടുള്ളതാട്ടോ, പക്ഷെ ഇന്നത്തെ ഈ പണി ഇതാണ്, അതുകൊണ്ട് കാണിക്കുന്നു മാത്രം. അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിക്കുക, ഒന്ന് വേവിച്ചെടുക്കുക. വെള്ളം കുറച്ചും കൂടെ വേണം, വേവി കീറി വരുമ്പോൾ നല്ല ടൈറ്റാവും. അവിടെ ഇരിക്കട്ടെ, അപ്പോഴേക്കും വേവും. അപ്പോൾ ചടപട തിളയ്ക്കുന്ന നമ്മുടെ സാമ്പാർ വേണ്ട. വെണ്ടക്കായും തക്കാളിയും ഇപ്പോൾ ഇനി അഥവാ വേവ് കുറവാണെങ്കിൽ ഇറക്കി വയ്ക്കാം നമുക്ക്. കാരണം എന്താ വെച്ചാൽ ഇതൊന്ന് താളിച്ചിട്ടിട്ടേ ഒന്ന് അടച്ചു വെച്ചാൽ മതി, അപ്പോൾ അവിടെ ഇരുന്ന് വെന്തോളൂ. പുളിയുണ്ട്. അപ്പോൾ നമുക്കതൊന്ന് താളിച്ചിട്ടാലോ. ഒരു തരി ഉലുവ പൊടിയില്ലാത്ത കാരണം കേട്ടോ അത് ഇടണം. അത് ഇടുമ്പോഴേ കടിക്കുമ്പോൾ ചിലപ്പോൾ കയ്ക്കും. അങ്ങനൊരു കാര്യമുണ്ട്. അപ്പോൾ സാമ്പാർ റെഡി. അങ്ങനെ പപ്പടം കാച്ചൽ നടന്നു. പപ്പടം കാച്ചി കഴിഞ്ഞിട്ടേ പായസം റെഡിയാക്കാൻ വെച്ചു. അപ്പോഴേക്കും അതുകൊണ്ട് വിന്ത് വരുള്ളൂ. നേരെ കുറവുള്ള കാരണം ഞാൻ പപ്പടം കാച്ചൽ അവസാനമാണ്, എങ്കിലും നമ്മളതൊരു പടി മുന്നിലേക്ക് മാറ്റി വെച്ചിരിക്കുകയാണ്. പായസത്തിൻ്റെ പരിപാടി നോക്കിയാൽ നമുക്ക് ഗോതമ്പ് വെന്ത് വന്നു കണ്ട. അപ്പോൾ ശർക്കര നീര് അടപ്പത്ത് വെച്ചിട്ടുണ്ട് ഞാൻ. അത് അതിലേക്ക് അങ്ങോട്ട് ഇടാം. നമുക്ക് കുറച്ച് നേരം കിടന്ന് അതിലേക്ക് ഒന്ന് തിളക്കട്ടെ. കിടന്ന് ഇങ്ങനെ കിടന്നിങ്ങനെ തിളയ്ക്കുമ്പോഴാണ് ആ മധുര അതിൽ അങ്ങോട്ട് പിടിച്ച് റെഡി ആവുള്ളൂ. അപ്പോൾ ദേ എൻ്റെ കുഞ്ഞാട്ടൻ ചേച്ചി വരുന്നുട്ടാ, കേക്കൊക്കെ കൊണ്ട് വരുന്നുണ്ട്. സാരി ഉണ്ടാ അമ്മേ, പിറന്നാളങ്ങടെ ആഘോഷിക്കാം വിചാരിച്ചു. കുഞ്ഞാട്ടൻ്റെ ഒരു നിർബന്ധം പിറന്നാളങ്ങടെ ആഘോഷിക്കണം പെങ്ങളുടെ. താങ്ക് യു. എന്താ ചേച്ചി അതൊക്കെ? അപ്പോൾ ദേ കേക്ക് കൊണ്ടുവന്നുണ്ട്. കേക്ക് മുമ്പ് കുറച്ച് കഴിഞ്ഞിട്ട് മുറിക്കാം. സാരി കൊണ്ടുവന്നത് മുറിക്കാം എന്നിട്ട് ചോറിനോ പായസം. അത് വലിയ. അപ്പോൾ ദേ സാരി കൊണ്ടുവന്നുണ്ട്. തിളക്കൊക്കെ ഉണ്ടല്ലോ ഒതുങ്ങി നിൽക്കുന്നത്. 1 പാല്
അല്ല 2-ാം പാലിട്ട് നമ്മൾ ഒരുവിധം ഇതായി. അപ്പോൾ ഇനി ബാക്കി എനിക്ക് 1-ാം പാൽ അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാം. അതൊന്ന് തിളയ്ക്കണ്ടെന്നൊക്കെ പറയാം. പക്ഷെ ഇവിടെ അത്ര നല്ല 1-ാം പാലൊന്നല്ലേ, അതിൽ വെള്ളമൊക്കെ ഉള്ളതാണ്. ഞാൻ വെള്ളം കൂട്ടി അടിച്ചിട്ടാണ് തേങ്ങ ആക്കിയെടുത്തത്. അപ്പോൾ ഞാൻ നന്നായി തിളപ്പിച്ച് ഒന്ന് വറ്റിച്ചെടുക്കും. അപ്പോൾ കേക്ക് മുറിക്കട്ടെ? ചേച്ചി ഇങ്ങനെ വന്നു. Happy birthday to you. എനിക്കാദ്യം തരാം, എനിക്കെല്ലാദ്യം തരണം. ഡൂഡ് തിന്നിക്ക്. എന്നിട്ട് അതേ ഒരു പീസും കൂടി ബാക്കിൻ്റെ അതിലത്തെ എന്നാ അയ്യോ എന്നാ ഇത് തിന്നണം. വേണ്ട, ആരെ തിന്നണു? അപ്പം ഞങ്ങളങ്ങനെ ഇത് എത്ര വർഷത്തിന് ശേഷം എന്നറിയ കുഞ്ഞേട്ടാ ഞാൻ കുറുക്കഞ്ചേരി പോയി അങ്ങോട്ട് കുറേ വർഷങ്ങൾക്ക് ശേഷം അത് എൻ്റെ ചേച്ചിയുടെ പിന്നിലിരിക്കും. ഞങ്ങള് ഇടയ്ക്കിടയ്ക്ക് പോവാറുണ്ട്. ഇപ്പൊ ഞാൻ കുറച്ച് കൊല്ലായിട്ട് പോവാറില്ല. 4 കൊല്ലായിട്ട് അവിടെ അഞ്ചേരിയില്. ഇവിടെ ആകുമ്പോ ഓമനേച്ചി ഞാന് ഏതു ചിത്തു ഒക്കെ ചെറുതിൽ പോയിട്ട് പിന്നെ ഞങ്ങൾ പോവാറുണ്ട്. അമ്മയുള്ളപ്പോ എന്നും പൂല ചേച്ചി എല്ലാ കൊല്ലവും നിർബന്ധാണ് പൂരത്തിന് പോണം നിർബന്ധ. അമ്മയുള്ളപ്പോ ഞാൻ ഈ പറഞ്ഞ പോലെ തന്നെ അമ്മയുള്ളപ്പോ അത്രയൊന്നും പോയിട്ടൊന്നുമില്ല. ഞാൻ വിളിച്ചാലൊന്നും പോവൊന്നുമില്ല. ചേച്ചിക്ക് അമ്മേരെ പോലെയാ, എല്ലായിടക്കും നടക്കാൻ നല്ല ഇഷ്ടാടേ. അമ്മേരെ ശരിക്കും പകർപ്പെന്ന് പറയുന്നത് ചേച്ചിയാ. എല്ലാത്തിനും ഇഷ്ട ആൾക്ക്, എല്ലാത്തിനും ഇഷ്ടാ. ഇവിടെ വന്നപ്പോഴല്ലേ ഇതൊക്കെ കണ്ടു തുടങ്ങി. അതന്നെ പാലക്കാടൊന്നും അങ്ങനെ ഇതൊന്നുമില്ല ആൾക്ക്. പാലക്കാട്ടെന്ന് തൃശ്ശൂർക്ക് വന്നത് വലിയൊരു അനുഗ്രഹം. അല്ല അങ്ങനെയാണ്. അതിപ്പോ ചെറിയ പ്രായല്ലേ, വന്നപ്പോ പിന്നെ എല്ലാവരും ഭംഗിയുള്ള കൃഷ്ണന്മാരല്ലേ, തെള്ളങ്ങളെ കൃഷ്ണന്മാരാ കണ്ട. ഐവറി ഉണ്ട്, പല കളറുകളുണ്ട്. ഉണക്കില്ല. അങ്ങനെ പൂയൊക്കെ കണ്ട് കുറേ കവടി കാണാൻ പറ്റില്ല, കുറേയൊന്നും കാണാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ വീണ്ടും വീട്ടിലേക്ക് തന്നെ പോവാം. കുഞ്ഞേട്ടൻ അവിടെ വരെ വരാൻ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഞങ്ങൾ കുഞ്ഞേട്ടൻ വന്ന് നിൽക്കുന്നുണ്ട് കേട്ടോ അവിടെ. ഇതാണല്ലോ കുഞ്ഞേട്ടാ സാരംഗി തിയേറ്റർ ആണെന്നേ. ഏതായിരുന്നു ഇവിടെ എവിടെയും കണ്ടില്ലേ, പൊളിച്ച് കളഞ്ഞുകൊണ്ട്. അതാ കാണണതാന്ന്. അതൊക്കെ ഇപ്പോൾ പോയില്ലേ? പോയി. അപ്പോൾ നമുക്ക് പോവാ. ഇന്നത്തെ ഒരു ദിവസം ഭയങ്കര സന്തോഷകരമായിരുന്നു. കുഞ്ഞേട്ടൻ വന്നു പോയി. എല്ലാം ഇതൊക്കെ ഇന്നത്തെ കാര്യങ്ങളൊക്കെ കുഞ്ഞേട്ടൻ്റെ നിർബന്ധത്തിനായിട്ടാ ഒക്കെ ചെയ്തത്. അവന് വെറുതെ ഒരു നിർബന്ധം. അപ്പോൾ നമ്മളങ്ങനെ ചെയ്തു. അപ്പോൾ കടയിൽ വെച്ച് കേക്ക് മുറിച്ചപ്പോൾ എനിക്ക് നല്ല സന്തോഷമായി. എൻ്റെ മക്കളില്ല എന്നുണ്ടെങ്കിലും എനിക്കത് അങ്ങനെ ഫീൽ ചെയ്തൊന്നുമില്ല കേട്ടോ. എൻ്റെ കുട്ടികളുണ്ടല്ലോ അവിടെ മറ്റവര്, അവരും എൻ്റെ മക്കളുടെ പോലെ തന്നെയാണ്. ഞാൻ അവരെ ചീത്ത പറയും, ഇതാക്കും എന്നൊക്കെ പറഞ്ഞാൽ ചിലവരൊക്കെ അവിടെ പറയാറുണ്ട് അടിമകളെ പോലെ നോക്കണമെന്നൊക്കെ പറയാറുണ്ട്. എനിക്കതൊക്കെ പറയുന്നേക്കും ഭയങ്കര വേദനയാണ്. കാരണം മനസ്സ് ഞെട്ടിപ്പോവും ഞാൻ ചിലപ്പോഴൊക്കെ. നമ്മൾ ഒരിക്കലും അവർ ചീത്ത പറയുന്നതോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ പറയുന്നത് അവർക്കൊരു വിഷമം ഉണ്ടായി എന്ന് എനിക്ക് തോന്നിയിട്ടില്ല. ഞാനത് അപ്പോൾ തന്നെ മറന്നിട്ട് മോനെ അല്ലെങ്കിൽ മോളെ എന്നൊക്കെ വിളിക്കും. അപ്പോൾ എന്തെങ്കിലും പറയുമ്പോൾ എന്തിട്ടിട്ട് അങ്ങനെയൊക്കെ ചെയ്യണമെന്ന് അങ്ങനെയൊക്കെ ചോദിക്കും എന്നൊക്കെ ഉണ്ടെങ്കിലും എൻ്റെ മക്കളുടെ അടുത്ത് വെച്ച് കേക്ക് മുറിച്ചപ്പോൾ എനിക്ക് വലിയ സന്തോഷമായി. അത് നല്ലൊരു അതാണ്. ഇപ്പോൾ ടൂറ് പോവായാലും അമ്മ നമുക്ക് ടൂറ് പോവാം അങ്ങനെ പറയാവര്. അപ്പോൾ എന്തൊക്കെ കാര്യങ്ങളുണ്ടെങ്കിലും അല്ലെങ്കിൽ ഒരു സിനിമയിലത്തെ കഥ പറയായാലും അമ്മ ഇന്നലത്തെ സിനിമ അങ്ങനെയായിരുന്നു അല്ലെങ്കിൽ ഇങ്ങനെയായിരുന്നു. അപ്പം ഞാൻ കണ്ടിട്ടുണ്ടെങ്കിലും അടിപൊളി സിനിമ കേട്ടാ
നിങ്ങൾ പോയി കണ്ടോ എന്നൊക്കെ പറഞ്ഞാൽ അവർക്ക് ചിലപ്പോൾ ഇഷ്ടപ്പെടില്ല എൻ്റെ കാര്യങ്ങൾ. അങ്ങനെയൊക്കെ ഇങ്ങനെ കാലത്തൊട്ട് വൈകുന്നേരം വരെ അവരുമായിട്ടുള്ള ആ ഒരു ചുറ്റുപാടിലാണ് ഞാൻ ജീവിക്കുന്നത് ഇപ്പോൾ. ശരിക്കും പറയണമെങ്കിൽ അവരാണ് എനിക്ക് എൻ്റെ എല്ലാം എന്ന് പറയാം. വീട്ടിൽ എൻ്റെ മക്കളെ കാട്ടിലൊന്ന് ചിലപ്പോൾ വേണമെങ്കിൽ പറയാം, കാരണം അവരുമായിട്ടാണ് കൂടുതൽ ഇടപഴകുന്നതേ. അപ്പോൾ അങ്ങനെ എല്ലാവരുമായിട്ട് നല്ലൊരു സന്തോഷത്തിൻ്റെ ഒരു ദിവസം അങ്ങനെ കഴിഞ്ഞു. അപ്പോൾ അത് കഴിഞ്ഞ് വൈകുന്നേരമായപ്പോൾ വല്ലാത്തൊരു വേദന ഉണ്ടാക്കി, ഒരു മരണ വാർത്ത അങ്ങനെ മനസ്സിൽ ചെവിയിലേക്ക് വന്നു. അപ്പോൾ അത് കേൾക്കേണ്ടി വന്നു. അപ്പോൾ അത് ഒരു കാരണങ്ങളും പോലും അറിയാത്ത ഒരു മരണം ആയിരുന്നു അത്. അപ്പം അങ്ങനെ അത് ഭയങ്കര ഫീൽ ചെയ്തിട്ടാണ് ഇപ്പം ഇരിക്കുന്നത്. അപ്പോൾ എന്താണെന്നറിയില്ല. അപ്പോൾ നമ്മുടെ അടുത്ത ആൾക്കാരല്ല, എന്നാലും നമ്മൾ അറിയണ ഒരാൾക്കാരാണ്. അപ്പോൾ അത് ഭയങ്കര വേദനയായി. അപ്പോൾ അങ്ങനെയൊക്കെ ആയിട്ട് ഇന്നത്തെ ഈ ശുഭരാത്രി നേർന്നുകൊണ്ട്, വൈകുന്നേരമായിപ്പോൾ ശുഭരാത്രി നേർന്നുകൊണ്ട് അമ്മ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ വേറൊരു വിശേഷവുമായി വരുന്നത് വരേക്കും ടാറ്റാ ബൈ.